വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നിരിക്കുകയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവ്റോവ് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ സന്ദർശിക്കുകയുണ്ടായി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി അദ്ദേഹം നിർണായകമായ ചർച്ചകൾ നടത്തുന്നുമുണ്ട്. ഈ ചർച്ചയും ഇതിൻ്റെ വർത്തമാനകാലത്തെ രാഷ്ട്രീയ, വ്യാവസായിക, വാണിജ്യ, സൈനിക മാനവും വളരെ വലുതാണ്. GCC രാജ്യങ്ങൾക്കും റഷ്യക്കും അമേരിക്കക്കും ഒരുപോലെ നിർണായകം ആയേക്കാവുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ലോകക്രമത്തെ മാറ്റിമറിക്കാൻ പോന്ന ഒരു കൂടിക്കാഴ്ചയായി നമുക്കിതിനെ അതുകൊണ്ട് തന്നെ വിലയിരുത്താം. അത് തെളിയിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ നമ്മളിനി ഈ കാര്യത്തിൽ പറയും. ഒപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, ഓരോ നീക്കങ്ങളും പുതിയ ലോകക്രമത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. നമുക്ക് അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് വരാം. സൗദിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇസ്രയേലിനെ പിന്തുണക്കുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇസ്രയേൽ പോലെ ശക്തമായ അമർഷമുള്ള മറ്റൊരു രാജ്യമാണ് അമേരിക്ക. ഈ അമർഷത്തിന് പുറത്താണ് ഇപ്പോൾ റഷ്യയുമായി കൂടുതൽ അടുക്കുവാനും പശ്ചിമേഷ്യയുടെ സുരക്ഷയ്ക്ക് റഷ്യ അതിനിർണായക ശക്തിയാവണമെന്നുമുള്ള ആഗ്രഹം സൗദിക്കും GCC രാജ്യങ്ങൾക്കുമൊക്കെയുള്ളത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മുഹമ്മദ് ബിൻ സൽമാൻ റഷ്യ സന്ദർശിച്ചിരുന്നു. ഈ സന്ദർശനത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനും കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ ഇരുവരും തീരുമാനിക്കുന്നുണ്ട്. ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, UAE, ഒമാൻ, സൗദി എന്നീ രാജ്യങ്ങൾ പങ്കെടുത്ത GCCയുടെ 161ാമത് സംയുക്ത മന്ത്രിതല ചർച്ചയിലേക്ക് റഷ്യയുടെ ഒരു പ്രതിനിധി, അതും വിദേശകാര്യമന്ത്രി സെർജി ലെവ്റോവ് എത്തി എന്നതും അഭൂതപൂർവമായ സംഭവമായി. കൂടാതെ ബ്രസീൽ, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായും റഷ്യയുടെ സെർജി ലെവ്റോവ് സൗദിയിൽ വെച്ച് ചർച്ച നടത്തുന്നുമുണ്ട്. അമേരിക്കൻ നിയന്ത്രിത ഏകധ്രുവ രാഷ്ട്രീയ മേധാവിത്വം അവസാനിപ്പിക്കുക എന്നത് റഷ്യ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ അമേരിക്കൻ ചേരിയെ സ്വന്തം ചേരിയിലേക്ക് റഷ്യക്ക് കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനം അമേരിക്ക വളരെ സൂക്ഷ്മതയോടെയാണ് വിലയിരുത്തുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്യുക. ഒരു പക്ഷേ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാവുന്ന സന്ദർശനമാകും ഇത്. ഗാസയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിയായിരുന്നു ഈ ഉച്ചകോടിയുടെ പ്രധാന വിഷയം എന്നതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഖത്തറിൻ്റെ ശ്രമങ്ങൾ ഇതുവരെ ആഗ്രഹിച്ച ഫലം കിട്ടിയിട്ടില്ല എന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഖത്തർ വിദേശകാര്യമന്ത്രി മുഹമ്മദ് അൽത്താനി ഈ യോഗത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഈ ഗാസയുമായി ബന്ധപ്പെട്ടാണ് ഇറാനും അതുപോലെ തന്നെ ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഈ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അവർക്കൊക്കെ ആയുധങ്ങളും ധൈര്യവുമൊക്കെ കിട്ടുന്നത് റഷ്യയുടെ നിലപാട് കൊണ്ടാണ്. റഷ്യയാണ് ഇവർക്കൊക്കെ പിറകിൽ എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഖത്തർ ഇങ്ങനെയൊരു കാര്യം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ യോഗത്തിലേക്ക് റഷ്യ കടന്നു വരുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ വളരെ വലിയ പ്രാധാന്യമുണ്ടാകുന്നത്. വിശ്വസിച്ച അമേരിക്ക ഒരേ സമയം അറബ് രാഷ്ട്രങ്ങളെ തല്ലുകയും തലോടുകയും ചെയ്യുന്നുണ്ട്. തല്ലുക എന്ന് പറയുന്നത് ഗാസക്ക് കൊടുക്കുന്ന പ്രഹരമൊക്കെ ഏൽക്കുന്നത് അറബ് ഭരണകർത്താക്കൾക്കും അറബ് രാഷ്ട്രങ്ങൾക്കുമൊക്കെയാണ്, അറബ് ജനതയ്ക്കാണ്. ഈ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഇതുകൊണ്ട് തന്നെ വലിയ മുറുമുറുപ്പ് ഇവർക്കുണ്ട്. അവർ കൃത്യമായി അതിനെ വിലയിരുത്തുകയും ചെയ്തു ഈ യോഗത്തിൽ. ഈ സാഹചര്യത്തിലാണ് പുതിയ പ്രതീക്ഷ റഷ്യ നൽകുന്നത്. അറബ് രാഷ്ട്രങ്ങളിൽ പലതിനും അമേരിക്ക നൽകിയിരുന്നത് സുരക്ഷയായിരുന്നു, പകരം എണ്ണ അമേരിക്കക്ക് തിരിച്ചു നൽകണം. GCC രാജ്യങ്ങളുമായി സ്ട്രാറ്റജിക് ഡയലോഗ്, സുരക്ഷ, ഊർജം, വാണിജ്യം, സമ്പദ് വ്യവസ്ഥ, ആയുധ ഇടപാടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിശാലമായ വിഷയങ്ങളിൽ റഷ്യ ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായും പുതിയ ഒരിടത്തു നിന്നുള്ള സഹകരണമായാണ് GCC രാജ്യങ്ങൾ ഇതിനെ കാണുക. അതുവഴി കാലങ്ങളായി തുടർന്നു വന്ന രാഷ്ട്രീയ ഞെരുക്കം അവസാനിപ്പിക്കാൻ അറബ് രാഷ്ട്രങ്ങൾക്ക് കഴിയും. അങ്ങനെ വന്നാൽ ഈ സഹകരണം വിവിധ തലങ്ങളിലുള്ള വിവിധ ബന്ധങ്ങൾ ആഴത്തിലാക്കാനും ദീർഘകാലത്ത് ഒരു പങ്കാളിത്തത്തിന് അടിത്തറയിടാനുമൊക്കെ ഈ രാജ്യങ്ങൾക്കും ഇടയിൽ, റഷ്യക്കും അറബ് രാഷ്ട്രങ്ങൾ GCC രാജ്യങ്ങൾക്കും ഇടയിൽ അവസരമുണ്ടാവുകയാണ്. ഒപ്പം സുരക്ഷാ പ്രശ്നങ്ങളെ മറികടക്കാനും റഷ്യൻ സഹകരണം കൊണ്ട് സാധിക്കും. നിലവിൽ പശ്ചിമേഷ്യയിൽ റഷ്യയുടെ ഏക സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് സിറിയയിലാണ്. നേരത്തെ അമേരിക്കക്ക് മാത്രമായിരുന്നു സൈനിക ബേസുകൾ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ മേഖലയിൽ റഷ്യൻ ക്യാമ്പ് കൂടി കടന്നു വന്നതോടെ സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കുവാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ വിഫലമാവുന്നതാണ് നാം കണ്ടത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചിലതിൽ അമേരിക്കയെ പുറത്താക്കി റഷ്യ ആധിപത്യം സ്ഥാപിച്ചതും നാം കണ്ടു. ഇതേ രീതിയിൽ അറബ് രാഷ്ട്രങ്ങളിലേക്ക് കൂടി റഷ്യ കടന്നു വന്നാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ അധീശത്വം ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ കഴിയും. ഇത് അവസാനിപ്പിക്കാനാണ് റഷ്യയുമായുള്ള ചർച്ചകളിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നതും ഉന്നയിച്ചിട്ടുള്ളതും. ഇതുകൂടാതെ വ്യാപാര ബന്ധവും ഏറെ പ്രധാനമാണ് എന്നതാണ്. ഒന്ന് അവസാനിക്കുമ്പോൾ പകരം മറ്റൊന്ന് വരണമല്ലോ. അമേരിക്കയുമായി ബന്ധപ്പെട്ട് വ്യാപാരമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹകരണ
സഹകരണങ്ങളൊക്കെ അവസാനിക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു പിടിവള്ളി വേണം, അത് റഷ്യയാവണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു കണക്ക് പറയുന്നത് ഇങ്ങനെയാണ്: ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം, IT മേഖലകളിൽ കൂടുതൽ റഷ്യൻ കമ്പനികൾ ഗൾഫ് രാജ്യത്തേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ UAE-യുമായാണ് റഷ്യൻ കമ്പനികൾ കൂടുതലും പ്രവർത്തിക്കുന്നത്. UAE-യിൽ രജിസ്റ്റർ ചെയ്ത റഷ്യൻ കമ്പനികളുടെ എണ്ണം കഴിഞ്ഞ 2 വർഷമായി ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇത് മേഖലയിലെ ബിസിനസ് വികസിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഒരു ഇടപെടലായിട്ട് ബോധ്യപ്പെടുകയാണ്. $9 മില്യൺ ആയിരുന്നു 2022 UAE-ക്കും റഷ്യക്കും തമ്മിലുള്ള വ്യാപാര വിറ്റുവരവെങ്കിൽ 2024 അത് 10 ബില്യൺ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനർത്ഥം ഇരുവരും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് വേഗതയും വിശ്വാസവും കൈവന്നു എന്നതാണ്. UAE-യുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഖത്തറിന് ചെറിയ വ്യാപാര ബന്ധങ്ങൾ മാത്രമേ റഷ്യയുമായി ഉള്ളുവെങ്കിലും റഷ്യക്ക് പ്രത്യേകിച്ച് നിക്ഷേപ കാര്യങ്ങളിൽ ഒരു വലിയ പ്രധാന പങ്കാളിയായി ഖത്തറിനെ വേണം എന്നാണ് ആഗ്രഹം. കൂടാതെ ഊർജ, സാമ്പത്തിക വിതരണ ശൃംഖലകൾ വികസിപ്പിക്കുന്നതിലും ഈ രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. സൗദി അറേബ്യയും റഷ്യയും തമ്മിലും വ്യാപാര സഹകരണ മേഖലയും ശക്തിപ്പെടേണ്ടതുണ്ട്. വ്യാപാര വിറ്റുവരവ് 2022 $2.3 ബില്യൺ നിന്ന് 2023 $1.6 ബില്യൺ കുറഞ്ഞു വരുന്നത് ഇവിടെ കാണാം. പക്ഷേ അങ്ങനെ കുറഞ്ഞുവെങ്കിലും ഇരു രാജ്യങ്ങളും സഹകരണം മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമത്തിൽ അത് കൂട്ടിയെടുക്കണമെന്നാണ് അവർ തീരുമാനിക്കുന്നത്. അതിനർത്ഥം റഷ്യയെ സൗദിക്ക് ആവശ്യമുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ സൗദി അറേബ്യയിലേക്ക് ധാന്യം, മാംസം, കോഴി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ റഷ്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് സംഭാവന നൽകുകയും വരും വർഷങ്ങളിൽ സാമ്പത്തിക സഹകരണം വിപുലീകരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം പടിപടിയായി സാങ്കേതിക മേഖലകളിലേക്കും ഇരു രാജ്യങ്ങളും കടക്കും. ഈ കണക്കിവിടെ പറഞ്ഞത് ഇതുവരെ റഷ്യക്ക് കാര്യമായ ഒരു ആക്സസ് GCC രാജ്യങ്ങളിൽ ലഭിച്ചിരുന്നില്ല എന്നതാണ്. എന്നാൽ ഇന്ന് GCC രാജ്യങ്ങൾ റഷ്യക്കുള്ള വാതിൽ മലർക്കെ തുറന്നു വെച്ചിട്ടുണ്ട് എന്നതും ഇവിടെ നമ്മൾ എടുത്തു വായിക്കണം. റഷ്യയുമായുള്ള അറബ് രാഷ്ട്രങ്ങളുടെ സൗഹൃദം വളരുന്നത് മറ്റൊരു ഘട്ടത്തിലായിരുന്നു. പുതിയ ലോകക്രമത്തിലേക്ക് കടക്കുവാനുള്ള എൻട്രിയായി ഒരു സമ്മിറ്റ് നടക്കുന്നുണ്ട്. 2024 ജനുവരി 1 മുതൽ UAE-യും സൗദി അറേബ്യയും ഔദ്യോഗികമായി ബ്രിക്സിൽ ചേരുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി ലോകം അതിനെ കണ്ടു. എല്ലാ കാലത്തും അമേരിക്കൻ താല്പര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങളിൽ നിന്നുള്ള പുറത്തു കിടക്കലായിരുന്നു അക്ഷരാർത്ഥത്തിൽ ബ്രിക്സിലേക്കുള്ള സൗദിയുടെയും UAE-യുടെയും ഒരു എൻട്രി. ഭാവി ലോകത്ത് GCC രാജ്യങ്ങൾ നിർണായകമാകും. അതിനുവേണ്ട എല്ലാം ഉണ്ട്. പക്ഷേ ഒന്ന് മാത്രമില്ല: ശക്തമായ നിലപാടെടുക്കുവാനുള്ള രാഷ്ട്രീയ വ്യവസ്ഥിതിയില്ല. ലോക കമ്പോളം ഇനി ഏഷ്യയിൽ കേന്ദ്രീകരിക്കും. ഇന്ത്യ, ചൈന, ഗൾഫ് രാജ്യങ്ങൾ കൂടാതെ റഷ്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കും. എന്ന് വെച്ചാൽ ബ്രിക്സ് രാജ്യങ്ങളുടെ കയ്യിലായിരിക്കും വരാൻ പോകുന്ന ലോക കമ്പോളം എന്ന്. ഇങ്ങനെ വരുമ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടത്ര സ്വീകാര്യത ലഭിക്കുകയില്ല. ഇത് അമേരിക്കൻ കമ്പോളങ്ങളെയും സാരമായി ബാധിക്കും. തങ്ങളുടെ ബദ്ധവൈരികളായ റഷ്യക്ക് കൂടുതൽ അവസരം പശ്ചിമേഷ്യയിൽ നൽകുന്ന അറബ് രാഷ്ട്രങ്ങളോടുള്ള അമേരിക്കൻ സമീപനം എന്തായാലും മികച്ചതാകില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ കഥ അവിടെ നിന്നും മറ്റൊരു തലത്തിലേക്ക് തുടങ്ങുകയാകും. നമുക്ക് അടുത്ത അപ്ഡേഷനുകളിൽ അത് വിലയിരുത്താം. waytonikah.com, the exclusive Muslim matrimonial site.